ഫേമസ് ആയിട്ടുള്ള പല ബറാക് ഒബാമ, അല്ലെന്നൊരിയിൽ നമ്മുടെ നരേന്ദ്രമോദി, അതേമാതിരി ബിൽഗേറ്റ്സ്, അതുമല്ലെന്നൊരിയിൽ നമുക്ക് ഇങ്ങനെ ഈ അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ, അതുപോലെ ഡൊണാൾഡ് ട്രംപ്, ബിൽഗേറ്റ്സ്, സച്ചിൻ തെണ്ടുൽക്കർ, വിജയ് മല്യ, മൈക്കിൾ ജാക്സൺ, അതുപോലെ ഇലോൺ മസ്ക്, അങ്ങനെ പലരെ നമ്മൾ ജസ്റ്റ് റിഫർ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ളത് എല്ലാം കൂടെ ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അപ്പൊ നമുക്ക് ഈ കാര്യത്തിലോട്ടത് കടക്കാം. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പാമിസ്ട്രി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാമിസ്ട്രിയെ പറ്റി അറിയാൻ താല്പര്യം കാണുമെന്ന് എനിക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിലുള്ളതാണ് ഈ കൈ എന്ന് പറയുന്നത്. അപ്പൊ ആ കൈയിലെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ, അതായത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകണം. അതുകൊണ്ടാണ് എന്റെ കൈ തന്നെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സബ്ജക്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് രീതിയിൽ പഠിക്കാനോ എടുക്കാനോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുകൂടാതെ ഞാൻ ഇതിന്റെ കുറെ എപ്പിസോഡ് കൂടെ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചില പ്രഡിക്ഷൻ പറയാനും നിങ്ങൾക്ക് മനസ്സിലാകാനും നിങ്ങളുടെ കയ്യിൽ കൂടി നോക്കിയിട്ട് അറിയാനും അങ്ങനെ പല സംഭവങ്ങളും. അപ്പൊ ഇതിനകത്ത് നമ്മൾ മില്യനർ യോഗ, പല രീതിയിലുള്ള മില്യനർ യോഗ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉൾപ്പെടെ മൾട്ടി മില്യനർ യോഗ, ഇതുകൂടാതെ അപ്പം നമ്മൾ നോക്കാം ഈ ഒരു നമ്മുടെ ഒരു ആദ്യ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മുടെ ലൈൻ നോക്കാം. നമ്മുടെ ആദ്യത്തെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് ലൈഫ് ലൈൻ എന്ന് പറയും. ലൈഫ് ലൈൻ, ഇതാണ് ലൈഫ് ലൈൻ. ഇവിടുന്ന് ഇതിങ്ങനെ വരഞ്ഞ് ഈ ഒരു സൈഡിലോട്ട് വരും. അപ്പൊ ഇതാണെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ കർവ് വന്ന് നിൽക്കുന്നത് ഈ ഒരു രീതി പോകുന്നത് നല്ലതാ. എന്നെ റിഫർ ചെയ്തിട്ട് നമ്മൾ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പോർഷൻ നല്ലതാ. അതേമാതിരി അടുത്ത ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഹാർട്ട് ലൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വരും ഹാർട്ട് ലൈൻ. ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു സൈഡിലോട്ട് വരുന്ന ഹാർട്ട് ലൈൻ. അത് മനസ്സിലായല്ലോ. അതേമാതിരി ഹെഡ് ലൈന്, ഈ ഹെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹെഡ് ലൈന്. ഈ പല ആൾക്കാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെഡ് ലൈന് ചെറുതാണ്. ഈ ചെറുതെന്ന് പറഞ്ഞാൽ ഈ സപ്പോസ് ചില ആൾക്കാർ ഇത്രയേ ഉള്ളൂ, ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെ ഇത്രയേ ഉള്ളൂ. അങ്ങനൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് തിങ്കർ, എളുപ്പം ആലോചിക്കാന്, സഡനായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാന്. ഇങ്ങനെയൊക്കെയുള്ള ലോങ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇച്ചിരി ടൈം എടുക്കും. മറ്റേ ആൾക്കാരുടെ കുറെ കൂടെ വിജിലന്റ് ആണ്, ഷോർട്ടായിട്ടുള്ള അഗ്രസീവായിട്ട് ഷോർട്ടായിട്ടുള്ള പടാന്നെടുത്ത് ഡിസിഷൻ എടുക്കാനും അല്ലെന്നില്ല കാര്യങ്ങൾ കുറെ കൂടെ ഷാർപ്പായിട്ട് അറിയാനെടുക്കാനും ഒക്കെ ഉള്ളൊരു പറ്റുന്ന ഒരു കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈനാണ് ഫെയ്റ്റ് ലൈൻ എന്ന് പറയും. അപ്പൊ ഇതിന്റെ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങൾ ഞാൻ പറയാം. അപ്പൊ ഫെയ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വന്നിട്ട് ഈ ഒരു ഫിംഗറിന്റെ അവിടെ ഇങ്ങനെ വന്നിരിക്കും, ഇങ്ങനെ താഴോട്ട് വരും, താഴോട്ട് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇത് ഉത്ഭവിക്കുന്ന ഓരോ പൊസിഷന്റെ കാര്യങ്ങളുണ്ട്. ഇനിയും നിങ്ങൾക്ക് കൈയുടെ ഈ രേഖയെപ്പറ്റി ഏകദേശം പറഞ്ഞു. പക്ഷെ എന്നൊരില് അതിന്റെ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഇനി അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ സപ്പോസ് ഇവിടെ തന്നെ ആദ്യം ഒരു മില്യനർ യോഗ എന്ന് പറയുന്ന ഒരു യോഗ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടുന്ന് ഈ ഒരു ലൈൻ ഇങ്ങനെ വന്നു, ഈ ഒരു ലൈൻ ഇങ്ങനെ വന്നു, ഇങ്ങനെ ഇവിടെ മാതിരി, അതായത് ഇത് ഇങ്ങനെ വന്നിട്ട് ഈ മാതിരി വന്നു കഴിഞ്ഞാൽ മൾട്ടി മില്യനർ യോഗ എന്നാണ്. ഈ നമുക്ക് ഓൾറെഡി എന്റെ കയ്യിൽ ആ ഒരു ടൈപ്പിലുണ്ട്. അപ്പം അതൊക്കെ പക്ഷെ ഇങ്ങനെയുള്ള ഒരു മാതിരി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് മൾട്ടി മില്യനർ യോഗ എന്നുള്ളതാണ്. അതൊന്ന്. ഈ മൾട്ടി മില്യനർ യോഗ ഒരു യോഗയോടെ പറഞ്ഞുതരാം. ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇവിടെ ഈ തള്ളവിരലിന്റെ അടിയില് ഇവിടെ ഇങ്ങനെ കങ്കണ വളയം അതിന് ചെറിയ റൗണ്ട് ചെയിനായിട്ട് ഇതേമാതിരി വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതൊരു മില്യനർ യോഗ ആയിട്ട് കണക്കാക്കുന്നത്. ഇതേമാതിരി അത് നമ്മൾ ഓൾറെഡി എന്റെ കയ്യിൽ പോകുന്നുണ്ട്. നിങ്ങളിപ്പോ എങ്ങനെയായാലും നിങ്ങളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കൈ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കൈ കാണുന്ന മാതിരി രേഖകളൊക്കെ വളരെ വ്യക്തമാണ്, ക്ലിയർ ആണ്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു കൈപ്പത്തിയുടെ മാതിരിയുള്ള ഒരു തോന്നുന്നില്ല ഏകദേശം കണ്ടിട്ട്. തമാശ പറഞ്ഞെന്നാലും പറഞ്ഞതേ ഉള്ളൂ. അപ്പം അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ എന്റെ വൈഫിന്റെ കയ്യില് ഒന്നുമില്ലായിരുന്നു, ഒരു രേഖയില്ലായിരുന്നു. പക്ഷെ എന്നൊരു ഞാൻ കല്യാണം കഴിച്ചെല്ലാം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഇപ്പൊ നോക്കിയപ്പോ എന്റെ കയ്യിലോട്ടിരിക്കുന്നു പുള്ളിക്കാരുടെ കൈ. അതിപ്പോഴും
അപ്പൊ അതൊക്കെ ഒരു അച്ചട്ടായിട്ട് നമ്മുടെ കയ്യിലെ രേഖകൾ മാറി നമുക്ക് അസുഖങ്ങൾ വരുന്നത് ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് പറഞ്ഞു തുടങ്ങിയുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയാനുണ്ട്. അപ്പൊ ആ ഒരു മൾട്ടി മില്യണർ യോഗയുടെ ഒരു 2 എക്സാമ്പിൾ പറഞ്ഞു. ഇനിയും അതിനെപ്പറ്റി ഡിഫറന്റ് ആയിട്ട് പല എക്സാമ്പിളുണ്ട്. പക്ഷെ നമുക്ക് ഒരു എപ്പിസോഡിലും 2 എപ്പിസോഡിലും ഒന്നും ഒതുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മണ്ഡലങ്ങളെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. ആ മണ്ഡലങ്ങള് എന്തൊക്കെയാണ് അതൊന്ന് നോക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ മണ്ഡലങ്ങൾ നോക്കണം. മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വീനസ് എന്ന് പറയും. വീനസ് മണ്ഡലം. വീനസ് ഈ ഒരു പോർഷൻ, ഈ ഒരു വലിയ ഭാഗം കാണുന്നത്, അതായത് ഈ തള്ളവിരലിന്റെ അടിഭാഗത്തെ ഈ ഒരു ഏരിയയായ വീനസ്, അതായത് ശുക്രൻ എന്ന് പറയും. ശുക്രൻ, മലയാളത്തിൽ ശുക്രനാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പം ഇവിടെ വളരെ സമ്പത്തിന്റെ ഗ്രഹമാണ്. അപ്പം അത് പറയാൻ കാരണം ഇവിടെ ഇങ്ങനെ കണ്ടല്ലോ, ഇങ്ങനെ ക്രോസ് ലൈൻ വരിക, ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്രോസ് ലൈൻ വരിക. മൾട്ടിപ്പിൾ ക്രോസ് ലൈൻ വന്നു കഴിഞ്ഞാൽ ഇതാണ്ട് ഇങ്ങനെയുള്ള ക്രോസ് ലൈനായിട്ട് മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാവുമായിരിക്കും, ഒത്തിരി പൈസ ഉണ്ടാവുന്നതാണ് ഇങ്ങനെ ഈ ഒരു ലൈന്. പക്ഷെ അതിന് ക്രോസ് ആയിട്ട് ഇങ്ങനെ വരുവാണെന്ന് വെച്ചോ, ഇങ്ങനെയുള്ള താഴോട്ട് വെർട്ടിക്കൽ ലൈൻ വരുവാണെന്നൊരു ആ പൈസയെ കട്ട് ചെയ്യും. അതായത് പൈസ കുറയും. എന്റെ കയ്യില് വെർട്ടിക്കൽ ഇല്ല, ഹൊറിസോണ്ടലേ ഉള്ളൂ. പിന്നെ ഓക്കെ, ഇത് തന്നെ നമുക്ക് ഈ ഹൊറിസോണ്ടലി ഇല്ല, വെർട്ടിക്കൽ മാത്രമേ ഉള്ളെന്ന് വെച്ചു. അപ്പം തീരെ പൈസ ഒരു പുവറായിട്ടുള്ള ആൾക്കാരായിരിക്കും. നിങ്ങൾ തന്നെ നിങ്ങളെ കൈയൊക്കെ വെച്ചിട്ടൊന്ന് നോക്കാം, എടുക്കാം. അപ്പൊ ഈ മൾട്ടി മില്യണർ യോഗ അല്ലെ മില്യണർ യോഗ ഇങ്ങനെയൊക്കെ ഉള്ളത്, ബാക്കി കാര്യങ്ങള് പലതും നോക്കാം. പിന്നെ നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ബർത്ത് സ്റ്റാർ അനലൈസ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അറിയാം. പാമിസ്ട്രിക്കകത്ത് ആ ഒരു ലെവലിൽ ഒരിക്കലും എത്തത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ തലയിലായാലും നമ്മുടെ തലയൊട്ടിയായാലും നമ്മുടെ കാലിന്റെ വെള്ളയ്ക്കും നമ്മുടെ കയ്യിലും നമ്മുടെ ബോഡിയിലെ ഓരോ കാര്യങ്ങളും എഴുതപ്പെട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. കാരണം പക്ഷെ ഇതൊക്കെ കണ്ടുപിടിച്ചെടുത്തിട്ട് നോക്കി എടുത്തൊക്കെ വരാന് നമുക്ക് പല ടെക്നോളജി ഉണ്ട്. പക്ഷെ ഇത് കണ്ടുപിടിക്കാനുള്ള ആപ്പൊക്കെ അവൈലബിൾ ആണ്. കാരണം ചില ഇത് വെച്ചിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ട് അത് കൈയുടെ സ്കാനർ കറക്റ്റ് എന്നാൽ പോലും ചില രേഖകൾ കിട്ടത്തില്ല. പക്ഷെ നമുക്ക് അല്ലാതാണെന്നൊരു വൃത്തിയായിട്ട് അനലൈസ് ചെയ്യുന്നതിനകത്ത് ഈസി ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വൃത്തിയായിട്ടിനകത്ത് ഇത് വീനസാന്ന് പറഞ്ഞു, ഈ ശുക്രനാന്ന് പറഞ്ഞു. പക്ഷെ ഈ നേരെ ഇപ്പുറത്തേക്കുന്ന ജൂപ്പിറ്ററാണ്. ചൂണ്ടുവിരലിന്റെ അടിവശം ജൂപ്പിറ്റർ, ഈ ചൂണ്ടുവിരലിന്റെ അടിവശം ജൂപ്പിറ്റർ, അതായത് വ്യാഴമണ്ഡലമാണ്. ഈ വ്യാഴമണ്ഡലത്തിന്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ ശുക്രൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബർത്ത് പോലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനറ്ററി പൊസിഷന്, നമ്മുടെ ഗ്രഹങ്ങൾക്കകത്ത് ഈ ഒരു കണക്ടിവിറ്റി സപ്പോസ് വരും. അതായത് ജൂപ്പിറ്റർ എന്ന് പറയുന്ന വ്യാഴം നിൽക്കുന്നതിന്റെ അടുത്ത ഹൗസ്, ആ ഹൗസില് നമ്മുടെ ശുക്രൻ കയറി നിൽക്കുകയെന്ന് വെച്ചു, ഉറപ്പായിട്ട് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. ഒരു കാരണവശാലും ജീവിതത്തിൽ പൈസയ്ക്ക് ദുഃഖിക്കേണ്ടി വരിക അല്ലാതെയും. പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് ചെറുതായിട്ട് വരും. പക്ഷെ ഹെൽത്ത് പരമായിട്ട് ഞാൻ പിന്നെയും പറയാം, 67 വയസ്സ് വരെ മിനിമം ആയുസ്സുണ്ട്. മിനിമം പറയുന്നത് 67, 77 ഒക്കെ ആകാം. ഞാൻ പറയാം മിനിമം. പിന്നെ ആ ഒരു ടൈം വരെ ഹെൽത്തി ആയിട്ടിരിക്കും. അതാണ് അടുത്ത അതിന്റെ ഒരു കാര്യം കൂടെ പറയാണ്. അപ്പം അതെനിക്ക് തന്നെ ഉണ്ടോ, അത് ഞാൻ യാദൃശ്ചികമായിട്ട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അത് നിങ്ങൾ ഉണ്ടോന്ന് വരില്ല. നോക്കുക, നിങ്ങൾ ഓരോ ബർത്തിയായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് കയ്യിലറിയാൻ പറ്റും. പക്ഷെ അതിൽ കൂടുതൽ ബർത്തിയായിട്ടിലാണെന്നൊരു ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ അറിയാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത മണ്ഡലങ്ങൾ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് പറയാം. ആ പറഞ്ഞ കൂട്ടത്തിൽ ജൂപ്പിറ്ററിന്റെയും വീനസിന്റെയും കൂടെ ആ ഒരു ഭാഗ്യം, അതിന്റെ അതുപോലെ പ്രത്യേകിച്ച് ഒരുപാട് ഡോക്ടേഴ്സിന്റെ ഒക്കെ ഈ ഇത് ബർത്തിയാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സഞ്ജീവനി യോഗ എന്ന് പറയുന്നത്, സഞ്ജീവനി യോഗ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഈ യോഗങ്ങള് കാണാറുണ്ട്. അപ്പം ഇതിപ്പോ നമുക്ക് പാമിസ്ട്രിയാണ്, പക്ഷെന്ന് വരിയില് കൂട്ടത്തില് ഒരു കാര്യങ്ങളോടെ പറഞ്ഞു പോന്നേ ഉള്ളൂ. അപ്പൊ അടുത്ത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദാണ്ട ഈ ഒരു പൊസിഷൻ, ഈ ലോങ് ഫിംഗർ, ഈ നീളമുള്ള ഫിംഗറിന്റെ അടിവശം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇതിനാണ് ശനിമണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ശുക്രൻ പറഞ്ഞു, അതുപോലെ ഈ പറഞ്ഞ വ്യാഴം പറഞ്ഞ ജൂപ്പിറ്റർ, ഇവിടെ സാറ്റയാണ് ശനിമണ്ഡലം എന്ന് പറയും, ശനിമണ്ഡലം. അപ്പം അതാണ് ശനി. അത് അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മണ്ഡലമുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺമണ്ഡലം, രാഷ്ട്രീയക്കാര്. അപ്പൊ ഈ ചില ആൾക്കാർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ലൈനൊക്കെ കാണാം. ഇത് രാഷ്ട്രീയക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള, ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ കയ്യിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരു ചെറിയ ലൈനുണ്ട്. രാഷ്ട്രീയക്കാരെ അല്ലെന്നൊരു ഇങ്ങനെയുള്ള ഇച്ചിരി പൈസ ഉള്ള ആൾക്കാരെ, അല്ലല്ലോ അങ്ങനെയുള്ള പൊളിറ്റിക്സ് പല രീതിയിലുള്ള ആംഗിളുണ്ട്.
പലപ്പോഴും ഈ നമ്മുടെ ഈ ലൈന് ഇവിടെ വന്നിട്ട് എന്നാ നമ്മുടെ ഇവിടെ വരെ ഇറങ്ങിയിട്ടുള്ളൂ. ഈ സാധനം വന്നിട്ട് ഇവിടെ ജൂപ്പിറ്റർ വരെ വന്ന് മുട്ടുവാണെന്ന് വരില്ല. അവർക്ക് ഒരുപാട് ഭാഗ്യവും ലക്കും കൂടുതൽ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കും. ഈ രേഖ ഇച്ചിരി നീണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വരെ വരുവാണെന്ന് വരില്ല. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് തന്നെ നമുക്ക് ഇങ്ങനൊരു രേഖ വരുന്നുണ്ട്. ഇതാണ് സോളമൻ റിംഗ് എന്ന് പറയും. ഇങ്ങനെയുള്ള ആൾക്കാർ അപാര പാണ്ഡിത്യം ഉള്ള ഒരുപാട് സോളമൻ റിംഗ്, ദ റിംഗ് ഓഫ് സോളമൻ, ഒരുപാട് പാണ്ഡിത്യം, ഒത്തിരി അറിവ്, ഒരുപാട് ജ്ഞാനവും അങ്ങനെയൊക്കെ ഉള്ളതും അങ്ങനെ കുറെ നല്ല നല്ല ഗുണങ്ങളുള്ള ആണ് ഈ ഒരു സോളമൻ റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഇതിന്റെ കാര്യം പറഞ്ഞു. അപ്പം ഇത് ശനിമണ്ഡലമാണെന്ന് പറഞ്ഞു. ഇത് ഈ പറഞ്ഞ സൂര്യമണ്ഡലം. അടുത്ത ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു അണിവിരലിന്റെ ഇതെന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ബുധൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന്റെ ഗ്രഹമാണ്, എഡ്യൂക്കേഷന്റെ ഗ്രഹമാണ്, ബിസിനസിന്റെ ഗ്രഹമാണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മെഡിക്കൽ ഫീൽഡുമായിട്ടൊക്കെ ഉള്ളത്. സണ്ണും മെഡിക്കൽ, ഇപ്പൊ ബർത്തിയാട്ടിലൊക്കെയാണ് സണ്ണും ഈ മെർക്കുറിയും ഒക്കെ കോമ്പിനേഷൻ ആണെന്നാണ് ഡോക്ടറെ അങ്ങനെയൊക്കെ ഉള്ള ആകാരം എടുക്കാനുള്ളത്. നോക്കിയാൽ ഈ പല ഡോക്ടേഴ്സിന്റെ ഇങ്ങനെ 2-3 ലൈൻ, 3-4 ലൈനൊക്കെ കാണും, പ്രത്യേകിച്ച് ഡോക്ടർമാരുടെയൊക്കെ. ആ കാരണം ഈ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ പഠിക്കാനും എടുക്കാനും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അതുപോലെ നിങ്ങൾക്ക് പലർക്കും ഡൗട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ നോക്കും എത്ര വൈഫ് ഉണ്ട് അങ്ങനെ നോക്കാൻ. അപ്പൊ നമുക്ക് വൈഫിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടാണ് നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വൈഫ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പൊ രണ്ട് ലൈൻ ഇപ്പൊ ഇങ്ങനെ വരുവാന്ന് വെച്ചാൽ 2 ലൈൻ ഇപ്പൊ ഇങ്ങനെ വരുക. 2 ലൈന്, ഒന്നെന്ന് പറഞ്ഞാൽ അമ്മയാണ്, 2 പറഞ്ഞാല് ഒരു വൈഫ്. പിന്നെ ഒരു ലൈനൂടെ മൂന്നാമത് വന്നെന്ന് പറഞ്ഞാൽ അത് രണ്ടാമത്തെ ഒരു വൈഫ്, അല്ലെന്നൊരു ആ ഒരു രീതി വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ അതീ പറഞ്ഞു മെർക്കുറിയുടെ മണ്ഡലം പറഞ്ഞു. മെർക്കുറി മണ്ഡലം, അതായത് ഈ പറഞ്ഞ ബുധമണ്ഡലം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മണ്ഡലം, ഈ ഒരു മണ്ഡലം ഒന്ന് ചൊവ്വ മണ്ഡലം എന്ന് പറയും. ചൊവ്വ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സ്ഥലത്ത് കോളം കെട്ടുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിലെ ആക്സിഡന്റ് കാര്യങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇതുകൂടാതെ സപ്പോസ് ഇത് തന്നെ നോക്കൂ, നമുക്ക് ഈ പറഞ്ഞ ലൈഫ് ലൈനാണേലും ഇവിടെ ചില ആൾക്കാരുടെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രേക്ക് കാണും, ഇങ്ങനെ വിട്ട് കാണും. ചിലരെയാണ് ഓവർലാപ്പ്. അങ്ങനെ ഒരു വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിള് അനുഭവിക്കാൻ ഇരിക്കുന്നുണ്ടായിരിക്കും. കാരണം അവിടെ നിന്ന് നമ്മൾ ഈ നെല്ലൊക്കെ വെച്ചിട്ടാണ് അളക്കുന്നത്, നമ്മുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അളക്കാൻ. നമുക്ക് പിന്നെ ഇതിന്റെ ഇതെല്ലാം പിന്നെ വൃത്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു ഇതൂടെ ഉണ്ട്. അപ്പൊ ഇവിടെ ആണെങ്കിലും ഇങ്ങനെ കോളം കെട്ടുക, ഇങ്ങനെ സ്ക്വയർ കോളം കെട്ടുക. അപ്പൊ അതായാലും നമുക്ക് അതിങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ. പിന്നെ ചിലരുടെ ഓവർലാപ്പ് ചെയ്യും. പിന്നെ ഇത് തന്നെ സിസ്റ്റർ ലൈൻ എന്ന് പറയും. ഇതിനെ സപ്പോർട്ടീവ് ആയിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ലൈനൊക്കെ ഇങ്ങനെ വരുന്നത് സപ്പോർട്ടീവ് ലൈന്, സിസ്റ്റർ ലൈന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് കുറച്ച് നമുക്ക് നല്ലതാണ്. ഇലോൺ മോസ്കിന്റെ ഒക്കെ കയ്യില് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് 2-3-4 സിസ്റ്റർ ലൈൻ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് അപ്പൊ ഇത്ര പറഞ്ഞു. അപ്പൊ ഇത് ചൊവ്വ എന്ന് പറയും. ഈ ചൊവ്വയുടെ കൂട്ട് തന്നെ വേറൊരു ചൊവ്വണ്ട് ഇവിടെ. ഇപ്പൊ ഇതും ചൊവ്വ മണ്ഡലം. അപ്പൊ ചൊവ്വ മണ്ഡലം 2 ചൊവ്വ മണ്ഡലം ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്ത വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് 3. അപ്പൊ ഈ ഒരു മണ്ഡലമാണ് 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ചന്ദ്രമണ്ഡലം. ചില ആൾക്കാരുടെ കൈ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടൊക്കെ ഇങ്ങനെ ലൈൻ കാണാം. ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര് പ്രത്യേകിച്ച് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ചന്ദ്രനിലൊക്കെ പോകാൻ, അല്ലെന്നൊരു വെളിയിൽ ഇങ്ങനെ ഈ പറഞ്ഞ ഇന്ത്യ പ്ലാനറ്റ് അല്ലെന്നൊരു അങ്ങനെയൊക്കെ ഉള്ള ഈ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഇങ്ങനെ കൂടുതലായിട്ടുള്ള ഇത് കാണും. പിന്നെ ഈ ഒരു ഏരിയയില് ഇങ്ങനെ ഡോട്ട് അല്ലെന്നൊരു ഈ ഒരു റൗണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒന്നിലെ ആക്സിഡന്റ്, ജലത്തിലെ പേടിക്കാനുള്ള സിറ്റുവേഷൻ, അങ്ങനെ പല രീതിയിൽ. അപ്പൊ അതിന്റെ ഡീപ്പായിട്ട് നമുക്ക് പറയാം, ഓരോന്നോരോന്ന് ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ഓരോ ഇതിപ്പോ ബേസിക് ആയിട്ടുള്ള ഇപ്പൊ എന്റെ കയ്യിൽ ഒരു കണക്കിന് എഴുതാൻ സ്ഥലമില്ല, എന്നാലും നമുക്ക് ചില ഇമ്പോർട്ടന്റ് പോയിന്റുകൂടെ നമുക്ക് ഇതിനകത്ത് പറയാം. പിന്നെ നമ്മുടെ വരുന്നുണ്ട് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഒക്കെ ഉള്ള താല്പര്യം ഡീറ്റെയിൽഡ് ഉള്ളതുണ്ടെന്ന് നമുക്ക് ജോയിൻ ചെയ്യാം. ഇതിനകത്ത് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിനെപ്പറ്റി ഇത് പറഞ്ഞാൽ. അല്ല, ഞാൻ ആ കൈ ഒന്ന് കഴുകി നോക്കി, കാരണം ഇത് നിറച്ച് മഷിയായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഈ ഫേറ്റ് ലൈന് നമുക്ക് നോക്കാം. ഈ ഫേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ശനിയുടെ ഇവിടെ ഇറങ്ങുന്ന ഈ ലോങ് സൈൻ ഇതാന്ന് പറഞ്ഞു ഇങ്ങനെ പോകുന്ന ഇവിടെ നിന്ന് വരുന്നത്. നമുക്ക് നിങ്ങൾ ഈ സബ്ജക്ട് ഇഷ്ടമായി കഴിഞ്ഞാലൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷൻ ഒന്ന് ഞെക്കുക. അപ്പോൾ ഞെക്കി കഴിയുമ്പോൾ നമ്മുടെ ചാനലിന് ഒരു ബൂസ്റ്റ് ആകുന്ന രീതിയിലുള്ള ഒരു എൻകറേജ്മെന്റാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്.
ഞാൻ നിങ്ങളോട് പൈസ ഒന്നും ചോദിക്കുന്നില്ലല്ലോ. അപ്പം ഇതൊക്കെ എൻ്റെ അറിവ്, എൻ്റെ നോളജ് ഞാൻ ഷെയർ ചെയ്യുക. എൻ്റെ അറിവാണ്, ഞാൻ വർഷങ്ങൾ അധ്വാനിച്ചിട്ട് പഠിച്ച ഒരു സംഭവമാണിത്. മണ്ഡലങ്ങൾ കറക്റ്റ് കാണാൻ പറ്റും. മണ്ഡലങ്ങളെ ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ കണ്ടോ, ഇത് നമുക്ക് കണ്ണിൽ കൂടി ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വേണം നോക്കാൻ, ഇങ്ങനെ വെച്ചിട്ട് നോക്കാൻ ഓരോ മണ്ഡലങ്ങളും കാണാൻ പറ്റും. അപ്പം നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ അല്ല ടെമ്പിളിൽ പോവുക, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ എന്താ പറയുക കാത്തോലിക് സൊസൈറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ അവരാണെന്നുണ്ടെങ്കിൽ വീഞ്ഞ് കൊടുക്കുന്നൊരു പഞ്ഞിക്കകത്ത് വീഞ്ഞ് കൊടുക്കുന്ന ഒരു ഇതുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്ഥാപിത താല്പര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നൊരു ആ വീഞ്ഞ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിലൊരു വിശ്വാസം, അവർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇച്ചിരി ജലം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനുണ്ട്. ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇത് രാഹുവാണ് ഭരിക്കുന്നത്. രാഹു എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷേ അവിടെ നമ്മുടെ എന്താ പറയുന്നത്, നമുക്ക് ഇവിടെ രാഹു ആണെന്ന് ഇവിടെ കേതുവാണ്. നമ്മളിപ്പോൾ കുടിക്കുമ്പോൾ ഇങ്ങനെ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടിക്കുക എന്ന് ഈ രാഹു കേതു, ഇത് വാലാണ്, ഇത് തലയാണ്, ഇത് ബുദ്ധിയാണ്. ഇവിടെ ബുദ്ധിയില്ല. പക്ഷെ എന്നൊരു ആ ബുദ്ധിയെ, അതായത് വാലും തലയും, അത് തലയ്ക്ക് എപ്പോഴും ബുദ്ധിയുണ്ട്, വാലിന് ബുദ്ധിയില്ല. നമ്മുടെ അജ്ഞാനുവർത്തിയായിട്ട് പ്രവർത്തിക്കും. പക്ഷേ അത് പലയിടത്തും ഒബ്സ്റ്റക്കിൾ കൊണ്ടുതരും, പ്രതിസന്ധികൾ കൊണ്ടുവരും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ട് നമുക്കറിയാമല്ലോ, പല വീടുകളിലും പൂജയോ കർമ്മമോ ഒക്കെ ചെയ്യുമ്പോഴെന്നാണ് അവരെന്താ ചെയ്യുന്നത്, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും മലരെ അവലെ എല്ലാം വെച്ചിട്ട് ആദ്യം എന്ന് പറയുന്നത് ഗണപതിക്ക് പൂജ വെക്കും. ഗണപതിയുടെ പൂജ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇത് നിങ്ങൾ സാധാരണ ആൾക്കാർക്ക്, ഒരുപാട് ആൾക്കാർക്ക് അറിയില്ലാത്ത, അതുപോലെ ഈ മുരുകനും ഗണപതി, അതായത് ശിവൻ. നമുക്ക് ബർത്തിയാട്ടിൽ ഈ പറഞ്ഞ മെർക്കുറി കേതു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ബ്രേക്ക് ഇൻ എഡ്യൂക്കേഷൻ, ഫൈനാൻഷ്യൽ ലോസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മുടെ ബർത്തിയാട്ട്. അതുകൊണ്ടാണ് അസ്ട്രോളജീസ് പ്രോബബിലിറ്റി എല്ലാ ആൾക്കാരും ഞാൻ പറയുന്നത് ബർത്തിയാട്ട് നമ്മുടെ കമ്പൽസറി ആയിട്ട് ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതായത് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ സപ്പോസ് ഇനി വരാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളെ പറ്റി അറിഞ്ഞു വെച്ചിട്ട് ആ ഒരു കാര്യങ്ങള്, അപ്പൊ അതുകൊണ്ട് അതിൽ പ്രിക്കോഷൻ എടുക്കുക. നല്ല ഒരാളായിട്ട് ജീവിക്കാൻ പഠിക്കുക എന്നുള്ള ഒരു അസ്ട്രോളജി, നല്ലൊരു അസ്ട്രോളജി ഉണ്ട്. അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന പൂജ വഴിപാടെന്ന് പറഞ്ഞിട്ട് ഒരു അസ്ട്രോളജിയുടെ ബേസിൽ മറവില് ഒരുപാട് ആൾക്കാരെ ചൂഷണം ചെയ്ത് 10,000, 10,000, 50,000, 1 ലക്ഷം, 5 ലക്ഷം. ഇപ്പൊ ഈയിടെ ഒരു ലേഡി എന്നെ വിളിച്ചു, അവര് ഡൈവേഴ്സായി. അപ്പൊ അവർക്ക് നോക്കിയപ്പോ 5 ലക്ഷം രൂപ ഏതോ ഒരാൾ വാങ്ങിച്ചിട്ട് പൂജാകർമ്മം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒറ്റയാൾക്ക് ഒരു നിങ്ങൾക്കൊരു ഫീസ് ഉണ്ട്, ആ ഫീസ് ചോദിച്ചിട്ട് എത്രയാണെന്ന് പറഞ്ഞാൽ കൊടുക്കാം. അതല്ലാതെ വേറെ 1 രൂപ ഒരാൾക്ക് ഒരു ആസ്ട്രോളജിയുടെ ആൾക്കാർക്കും കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാരണമില്ല. അങ്ങനെ ചെയ്യല്ല. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മണ്ണന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരല്ല നിങ്ങളുടെ തലയിലെടുത്ത് നിങ്ങളാണ് എഴുതുന്നത്, വേറൊരാളല്ല. അത് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെ പറഞ്ഞു തരുക, അത് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ഉണ്ടെന്നൊരു നാട്ടിൽ നോക്കാം. നാളെ നരേന്ദ്രമോദിയുടെ മനസ്സങ്ങ് മാറ്റിട്ടോ, ഇത്ര വലിയ മുടക്കന്മാരാണെന്നൊരു നോക്കാം. എല്ലാത്തിനും ഒരു യുക്തി വേണം. ആ യുക്തി വെച്ചിട്ട് നിങ്ങൾ കാര്യങ്ങളെ തീരുമാനിക്കുക, വിലയിരുത്തുക. അതാ വേണ്ടുന്നത്. അല്ലാതെ ചുമ്മാതെ ഏതെങ്കിലും പൊട്ടത്തരം പറയുന്ന കേട്ടിട്ട്, അല്ലെ അത് ചെയ്തേക്കാം ഇത് ചെയ്തേക്കാം, നിങ്ങളൊരു 50,000 രൂപ എടുക്കുക, ഞാൻ ഇന്ന പൂജ ചെയ്തിട്ട് അതങ്ങ് മാറ്റിയേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും മാറാൻ ഇതന്നെ ഒരു മായാജാലമൊന്നുമല്ല. നമ്മുടെ ബർത്തിയാട്ടിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ അത് നടക്കും. പിന്നെ താൻ ബാധി ദൈവം ബാധി എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊണ്ട് അതിനെ ഓവർകം ചെയ്യാം ഒരു പരിധിവരെ. അത് കറക്റ്റാ, അത് നമ്മുടെ പോസിബിലിറ്റി. അപ്പൊ അത് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഇതിന്റെ ഈ പറഞ്ഞ എന്താ പറയുന്നത്, നമുക്ക് ഒരു 50% ബർത്തിയാട്ട്, അതുപോലെ ഒരു 25% ഈ പറഞ്ഞ നമ്മുടെ ഹാർഡ് വർക്ക്, ഡെഡിക്കേഷന്, ലക്ക് ഫേവർ ചെയ്യുന്ന അങ്ങനെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് വാസ്തു, ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ ഉണ്ടാകും. അതിന് നമ്മുടെ ഞാൻ ചെയ്യുന്ന അസ്ട്രോവാസ്തു, അതിനകത്ത് നമ്മളൊക്കെ എന്ന് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ മാതിരി ഒരാളുടെ ലക്ഷണം മാത്രം കേട്ടിട്ട് നിങ്ങൾക്ക് ഇന്ന പ്രോബ്ലം, ഇന്നടത്തെ ടോയ്ലറ്റ് ഉണ്ട്, അല്ലെ ഇന്ന കാര്യങ്ങൾ കറക്റ്റ് ഇന്ന ലക്ഷണങ്ങളെ എല്ലാം നമുക്ക് പറയാൻ പറ്റുന്ന വാസ്തുവാണ് 16 ഡയറക്ഷനിൽ ഞാനൊക്കെ ചെയ്തത്. കേരളത്തിലെ ഈ പഴയ ഒരു രീതി എന്ന് പറഞ്ഞാൽ 8 ഡയറക്ഷൻ, അതൊന്നും കറക്റ്റ് അല്ല. പിന്നെ റിപ്പോർട്ട് കൊടുക്കത്തില്ല. ഒരു വാസ്തുവിന് പറഞ്ഞാൽ 100% അവർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കണം. അവർക്ക് ഇന്ന ആംഗിൾ, ഇന്നതാണ്, ഇന്നത് വേണം, ഇതെല്ലാം ഒരു ചാർട്ടും കാര്യങ്ങളും എല്ലാം കോമ്പസും എല്ലാം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാതെ വരച്ചെടുത്ത് സാറ്റലൈറ്റിന്റെ സഹായത്തോടാണ് ഞാനൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് വേണം വാസ്തു കാര്യങ്ങൾ നോക്കിക്കാൻ. ഇല്ലെന്നൊരു 100% പലയിടത്ത് 3-4 പേരെ വെച്ചിട്ട് നോക്കിയിട്ട് വാസ്തു ചെയ്തിട്ട് പാവം പിടിച്ച ആൾക്കാരുടെ പൈസയും വാങ്ങിച്ചിട്ട് ഒടുവിൽ
ഒടുവിൽ വാസ്തുവിന്റെ പ്രശ്നം. നമ്മൾ വീട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇടിച്ചു പൊളിച്ചു കളയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടല്ല. അപ്പൊ അതുകൊണ്ട് അതുകൂടെ കൂട്ടത്തിൽ പറഞ്ഞു പോയത്. നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോയി ഇത്ര ഒരു സംഭവത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഇതിനെപ്പറ്റി പല ഓരോ നഖത്തിന്റെ ഷേപ്പ്, ഓരോ ലൈന്, ഓരോ കാര്യങ്ങളും നോക്കാനോ എടുക്കാനോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സബ്ജക്ട് ഉണ്ട് ഈ ഒരു ഫാം ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാൻ. അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ താല്പര്യം ഉണ്ടെന്ന ഇതിനകത്ത് ലിങ്ക് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ബാക്കിയുള്ള കൺസൾട്ടേഷൻ റിലേറ്റഡ്. അപ്പൊ ഈ ഫാം ഹിസ്റ്ററിയെക്കാട്ടിലും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ അല്ലാതുള്ള അസ്ട്രോളജി റിലേറ്റഡ്, പ്രത്യേകിച്ച് എന്നാൽ ബൃഹനാടി അസ്ട്രോളജി ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വേദിക് അസ്ട്രോളജിയാണ് കേരളത്തിലുള്ളത്, പക്ഷെ ഇതിൽ ഈ ബൃഹനാടി വളരെ അക്യുറേറ്റ് ആണ്. പിന്നെ മൊബൈൽ ന്യൂമറോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ നമ്മൾ ന്യൂമറോളജിയുടെ ഒരുപാട് എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് 100% അത് വന്നിരിക്കും. കാരണം ഓരോ ചില കോമ്പിനേഷൻ ഉണ്ട്, പ്രത്യേകിച്ച് ചില നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കോമ്പിനേഷനിൽ ചിലപ്പോൾ സപ്പോസ് 1-8 അങ്ങനെ പല നമ്പേഴ്സ് ഒക്കെ വന്നാൽ 1-4, 4-1 ഇങ്ങനെയൊക്കെ ഉള്ള 3-4 അങ്ങനെയൊക്കെ ജോയിന്റ് പെയിന് പല രീതിയിലുള്ള അല്ലെങ്കിൽ വാദസംബന്ധം അങ്ങനെ ഓരോ നമ്പേഴ്സും ചില മേൽഫീക്ക് നമ്പർ ഉണ്ട്. അതായത് ഈ പ്ലാനറ്ററി പൊസിഷന് ഫ്രണ്ട്സ് അല്ല എനിമി എന്ന് പറയുന്ന പ്ലാനറ്റ്, അങ്ങനെയൊക്കെ എനിമി പ്ലാനറ്റ് അപ്പുറം ഇപ്പുറമായിട്ടുള്ള അതപ്പോൾ നമ്മുടെ നമ്പർ മൊബൈൽ നമ്പറിനകത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള കുഴപ്പങ്ങളും ഇമ്പാക്റ്റും ഒക്കെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത് ജസ്റ്റ് ഒരു അവയർനെസ് വേണ്ടി പറയുവാണ്. നിങ്ങൾക്ക് അങ്ങനെ ആൾക്കാർ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ ഫോർ ദ കൺസൾട്ടേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ പോലെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ എല്ലാം ഇതിനകത്തുണ്ട്. അപ്പൊ ഒരു വീഡിയോ തന്നെ 1 മണിക്കൂറിൽ കൂടുതലുണ്ട്. അപ്പൊ ഇത് നമുക്ക് വളരെ ലോങ് ആയിട്ട് പോകും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു 3, 4 അല്ലെങ്കിൽ ഒരു 5 എപ്പിസോഡായിട്ടായിരിക്കും ഇരുന്നത്, ചിലപ്പോൾ 5-6 എപ്പിസോഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇത് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഓരോന്ന് കണ്ടിന്യൂറ്റി പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.